നമസ്കാരം. അത്യന്തം ദുഃഖകരമായ വാർത്തയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരും ഏറെ സ്നേഹിച്ച, പ്രത്യേകിച്ച് അരിക്കൊമ്പൻ സ്നേഹികളുടെ പ്രിയപ്പെട്ട മൊട്ടവാലൻ കൊമ്പൻ ചെരിഞ്ഞു എന്നതാണ് ആ വാർത്ത. കഴിഞ്ഞ ദിവസം ചക്കക്കൊമ്പനുമായി ഉണ്ടായ കൊമ്പുകോർക്കലിൽ ഗുരുതരമായി പരിക്കേറ്റിരുന്ന മൊട്ടവാലന് എന്നാണ് പറഞ്ഞു കേട്ടത്. വനപാലകർ ചികിത്സ നടത്തുന്നു എന്ന വാർത്തയും മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിരുന്നു. അവസാനമായി ന്യൂസ് ചാനലുകളിൽ മൊട്ടവാലൻ കാട്ടിനകത്ത് വീണ് കിടക്കുന്ന വീഡിയോ ദൃശ്യമാണ് നമ്മളെല്ലാവരും കണ്ടത്. പിൻഭാഗത്ത് കുത്തേറ്റ മുറിവുകളുമുണ്ടായിരുന്നു. പല സംശയങ്ങളും മൊട്ടവാലൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. വനം കയ്യേറ്റക്കാരുടെ കണ്ണിലെ കരടായിരുന്നു ചക്കക്കൊമ്പനും മൊട്ടവാലനും നമ്മുടെ പ്രിയപ്പെട്ട അരിക്കൊമ്പനുമൊക്കെ. ഈ കൊമ്പനാനകളെ ഒന്നൊന്നായി ഇല്ലാതാക്കേണ്ടത് ഈ മാഫിയ സംഘത്തിൻ്റെ ആവശ്യവുമായിരുന്നു. അതിനാൽ തന്നെ മൊട്ടവാലൻ്റെ മരണത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. ചക്കക്കൊമ്പനും മൊട്ടവാലനും കൊമ്പ് കോർക്കുന്ന ദൃശ്യം ഒരുപക്ഷെ വനം വകുപ്പിൻ്റെ CCTVയിൽ ലഭിച്ചിട്ടുണ്ടാകാം. ഉണ്ടെങ്കിൽ അതിൻ്റെ സത്യാവസ്ഥ പുറത്തുവിടാൻ വനം വകുപ്പ് തയ്യാറാവണം. അതില്ല എങ്കിൽ കയ്യേറ്റ മാഫിയയുടെ ഇടപെടലിലൂടെയാണ് മൊട്ടവാലൻ ചെരിഞ്ഞത് എന്ന് നമുക്ക് സംശയിക്കേണ്ടതായി വരും. ഇവിടെ പരിക്കേറ്റ മൊട്ടവാലിന് ചികിത്സ നൽകി എന്നാണ് ഫോറസ്റ്റുകാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇത്രയും വലിയ പോരാട്ടം നടന്നപ്പോൾ ചക്കക്കൊമ്പനും പരിക്കേറ്റിട്ടുണ്ടാവില്ലേ? ആ പരിക്ക് ഗുരുതരമായിരിക്കില്ലേ? വനപാലകർ അക്കാര്യത്തിൽ എന്ത് നിലപാടാണ് കൈക്കൊള്ളുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം. എത്രയും വേഗം ചക്കക്കൊമ്പനെ നിരീക്ഷിക്കാനും അവന് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ ചികിത്സ നൽകാനും വനം വകുപ്പ് മുൻകൈയെടുക്കണം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയാനുള്ളത്, വയനാട്ടിലും മറ്റും കാട്ടാനകൾ കാട്ടിനകത്തുള്ള പൊട്ടക്കിണറ്റിലും അതുപോലെ ആൾമറയില്ലാത്ത കിണറുകളിലും മറ്റും വീഴുന്നത് നിത്യസംഭവമായി മാറിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെ നമ്മളത് ഒരുപാട് തവണ കണ്ടതാണ്. ഇവിടെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇവിടുത്തെ വനം വകുപ്പിനും അറിയാം. എന്നാൽ എന്തുകൊണ്ടാണ് അവർ വന്യജീവികൾ വിഹരിക്കുന്ന കാട്ടിനകത്തും ചുറ്റുമുള്ള പ്രദേശങ്ങളിലെയും മറ്റും പൊട്ടക്കിണറുകളും അതുപോലെ തന്നെ വലിയ കിണറുകളും മണ്ണിട്ട് മൂടാത്തത്? എന്തുകൊണ്ടാണ് വനപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ജനവാസ മേഖലയിലെ കിണറുകൾക്ക് ആൾമറ നിർബന്ധമാണെന്ന് ഉത്തരവിറക്കാത്തത്? ചിന്തിച്ചു നോക്കിയാൽ ഉത്തരം ലളിതമാണ്. അതായത് ഇവിടുത്തെ അധികാരികൾക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ: കാട്ടാനകളുടെ എണ്ണം കുറയ്ക്കുക. അത് കിണറുകളിൽ വീണ് ആനകൾ ചെരിഞ്ഞു എന്ന് പറയുമ്പോൾ ആരുടെയും എതിർപ്പുണ്ടാവില്ല. ആനകളെ ഇല്ലാതാക്കാനുള്ള ഉപാധി മാത്രമാണ് സർക്കാരും വനം വകുപ്പും ഇത്തരം പൊട്ടക്കിണറുകളും അതുപോലെ തന്നെ ഈ ജനവാസ മേഖലയിലുള്ള വനപ്രദേശത്തോട് അടുത്തുള്ള ജനവാസ മേഖലയിലുള്ള ഈ ആൾമറയില്ലാത്ത കിണറുകളെയും കാണുന്നത് എന്ന കാര്യം വ്യക്തം. ഒരു കാര്യം നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകും, നാട് എത്രമാത്രം നമുക്ക് പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെ കാടിൻ്റെ മക്കൾക്ക് അത്രയേറെ പ്രാധാന്യമുള്ളതാണ്. നാം മനുഷ്യർ ഇനിയെങ്കിലും ഇക്കാര്യം മനസ്സിലാക്കുക. എല്ലാവർക്കും നന്ദി.